നീ നീ വാ, ഞാൻ പറയണ കേക്ക്. മാമനാണ് പറയണത്, നീ കഴിക്ക്. എനിക്ക് വേണ്ട. ഇവിടെ നീ കഴിക്കട, മാമനാണ് പറയണത്, നീ ഒന്ന് കഴിക്ക്. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? എടുത്തോ. അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ ഞാൻ തീരുമാനിക്കും. കഴിക്കണ കേസല്ലേ പറഞ്ഞിരുന്നത്. ഇതാദ്യം കഴിക്ക്, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇതാ 2 പേരുണ്ട്. ഞാനും കൂടെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും. ഓക്കെ? അയ്യോ, ആപ്പിൾ കഴിക്കുന്ന കാര്യമല്ലേ മാമൻ പറയണ? പിന്നെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യമാണ് മാമൻ പറയണ. അതായിരുന്നോ? സോറി. ഞങ്ങള് മാമനും അന്തരക്കാരും സംസാരിക്കും. അല്ല, ഒന്നുമില്ല, ഞങ്ങള് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര് അവിടെ ഒരു ജഡ്ജിങ് പാനൽ ഉണ്ട് അവിടെ. ആണോ? നിങ്ങളിത് ഇവിടെ നടുക്ക് നിന്നോ. ഞാനിനി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തുടങ്ങിക്കോണം. അങ്ങനെയാ ഡിസ്കഷൻ തീർക്കലേ ഇപ്പൊ നമ്മുടെ പരിപാടി. നീ കഴിക്കണമെന്ന് ഞാൻ പറയും, അവിടെ പോയി ഇരിക്കണവരെ കഴിക്കണമെന്ന് ഞാൻ പറയും, അതിനുശേഷം ഞാൻ ബാക്കി പറയും. എന്നാ നിങ്ങൾ നോക്കൂ. എന്താ പ്രശ്നം? എന്ത് പറ്റി? എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. മാമനല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കൂല. എടാ, ഞാൻ നിന്നോട് പറഞ്ഞു ഈ കല്യാണം എന്ന് പറഞ്ഞൊരു പവിത്രമായ ബന്ധമാണെന്നല്ലേ. പണ്ടൊക്കെ വധുവിന്റെ വീട്ടിലേക്ക് വരനെ കൊണ്ടുവന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? കുതിരപ്പുറത്ത്. എന്താ കാര്യം? ലാസ്റ്റ് ചാൻസ് ആണ്. ആ കുതിരയെ ഓടിച്ചു പോയെങ്കിലും രക്ഷപ്പെട്ടോണം. മാമ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കുതിരപ്പുറത്ത് പോയൊരു കല്യാണം കഴിച്ചിട്ട് മാമന്റെ പുറത്ത് മാമി കുതിര കയറുന്ന പോലെ ആ പെണ്ണിന്റെ പുറത്ത് കുതിര കയറാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കല്യാണം കഴിക്കില്ല. നീ കോലി കളിക്ക് പോണം. അയ്യടാ, നിനക്ക് തീരെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഗോഷ്ടി കാണിക്കണം. ഇവിടെ ഈ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. എന്നിട്ട് മാമനും മാമിയും കൂടെ വീട്ടിൽ ഇരിക്കുമ്പോ വീട്ടിൽ ഭൂകം പോണല്ലോ. ചട്ടിയെങ്കിലായ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും. അതങ്ങനെയാണ്. തട്ടികല്ലോ തട്ടിമുട്ടി ഇരിക്കട്ടെ, ചവിട്ടി പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? എനിക്ക് പറ്റത്തില്ല. കല്യാണം കഴിക്കില്ല. നീ പറ്റത്തില്ല. കഴിക്കില്ല? ഇല്ല. എങ്ങനെ ഉണ്ടാണ്? എന്തോ നിനക്ക് എടാ ഇതിൽ ഔച്ചിന്നം കാണിച്ചിട്ടുണ്ട്. പ്രേമം വല്ലതും ഉണ്ടോന്ന്? എനിക്ക് പ്രേമൊന്നുമില്ല. എനിക്കൊരു ബെസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ബെസ്റ്റ്. എടാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. വേറെ സംഭവം അറിയാമോ? കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവും. കല്യാണം കഴിച്ചില്ലെങ്കിലും കുട്ടികളുണ്ട്. ആവശ്യമില്ല. എടാ, നിനക്കിപ്പോ 24 വയസ്സായി. ഈ പ്രായത്തിൽ കല്യാണം കഴിച്ച് നിനക്ക് ആവശ്യങ്ങൾ ഡിമാൻഡ് വെക്കാം. നിനക്കൊരു 30 വയസ്സായി കഴിഞ്ഞപ്പോ ഡിമാൻഡ് പകുതിയായി പോകും. നിനക്കൊരു 35 വയസ്സായി കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് കിട്ടണോ തോന്നുന്നു, പക്ഷെ കിട്ടൂല. ശരിയല്ലേ? പിന്നെ ഒരു 30-40 വയസ്സായി കഴിയുമ്പം ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നാകും. 45 വയസ്സാകുമ്പോ 2 പെറ്റതായാലും കുഴപ്പമില്ല, ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നും. 50 കഴിയുമ്പം ഡിവോഴ്സ് ആയാലും കൊള്ളാം, 2 പെറ്റതായാലും കൊള്ളാം, ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നും. ഡിമാൻഡ് വെക്കാൻ നടക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ കെട്ടിക്കും. എനിക്ക് 50 വയസ്സിലെ കാര്യമൊന്നും അറിയത്തില്ല. എന്നാലും എന്റെ ഈ പ്രായത്തിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം. എന്തുകൊണ്ട്? തെളിയിക്കാം. എന്ത്? മാമന് കല്യാണം കഴിക്കുന്നതിന് മാമന് ഫോൺ ഉണ്ടായിരുന്നോ? അല്ല, ഫോൺ ഉണ്ടായിരുന്നു. അതിന് ലോക്ക് ഉണ്ടായിരുന്നോ? ലോക്ക് ഇല്ലായിരുന്നു. ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മാമന്റെ ലോക്ക് എന്തോന്നാണ്? X, Y, Z. ഈ ഇടിയപ്പത്തിന്റെ കുരുക്കുണ്ടല്ലോ, അത് പിന്നെ അഴിച്ചെടുക്കാം. മാമന്റെ ഫോണിലെ ലോക്ക് ഒരു കാലത്തും അഴിയത്തില്ല. അതാ അങ്ങനെയാടാ. ഈ കല്യാണം കഴിച്ച് കഴിയുമ്പം എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാ. ഭാര്യ ഫോൺ എടുക്കുമ്പോ ഒരു ചെറിയ ടെൻഷൻ അല്ലേ? അതുപോലെ നമ്മുടെ ഭാര്യമാരൊന്ന് ഫോൺ ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ആദ്യം എപ്പോഴും ഉണ്ടാവില്ലേ? അതെല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട്. അത് അങ്ങനെ. എനിക്ക് അങ്ങനെ വെപ്രാളപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നീ കല്യാണം കഴിക്കും, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാമൻ ഇപ്പം എനിക്കൊരു സിനിമയ്ക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യും? ഒരു മുണ്ടെടുത്തെടുക്കും, ഒരു ഷർട്ട് എടുത്തിടും, ബൈക്ക് കയറും, നമ്മൾ സിനിമയ്ക്ക് പോകും, കാണും. മാമൻ അങ്ങനെ പോകാൻ പറ്റുമോ? അതിനെ എനിക്ക് പോയാ പിള്ളേരെ കുളിപ്പിച്ചിറക്കണ്ടേ? അല്ല, അത് കല്യാണം കഴിച്ച് മാമിയെ കുളിപ്പിക്കണ്ടേ? ഞാൻ സഹായിച്ചു കൊടുക്കണം. സാരി ഉടുപ്പിക്കണ്ടേ? കുടിപ്പിക്കണം. പ്ലീറ്റ് പിടിച്ചു കൊടുക്കണ്ടേ? നീ ഫ്ലീറ്റ് പിടിപ്പിക്കുന്ന കാര്യം പറയണ. ഒരു പുരുഷന്റെ മൗലിക അവകാശമാണ് ഭാര്യയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കണം എന്നുള്ളത്. നമുക്ക് വോട്ടവകാശം ഇല്ലേ? അതുപോലെ ഒരു ഭർത്താവിന്റെ അവകാശമാണ്. എലീനയുടെ ഹസ്ബൻഡ് എലീനെ സാരി എടുക്കുമ്പോ ഫ്ലീറ്റ് പിടിച്ചു തരികയല്ലേ? തരാറുണ്ട്. എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് തരാറുണ്ട്. ആണല്ലോ. എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് തരാറുണ്ട്. അക്രമായി ചെയ്യാറില്ലേ? ഭാര്യയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കാറില്ല? അമ്പലത്തിൽ പോകുന്നിടത്ത് സെറ്റ് സാരി കൊടുക്കുമ്പോ ഇത് പ്രതാപം ചെയ്യാറില്ലേ? പിന്നെ ഇവൻ അങ്ങനെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കാൻ കുറ്റം പറഞ്ഞ അതൊരു കുറ്റമൊന്നുമല്ല, നല്ല കാര്യം തന്നെയല്ലേ പറഞ്ഞു. പക്ഷെ ഞാൻ പ്ലീറ്റ് പിടിക്കുന്ന കാര്യം പറഞ്ഞോളൂ. കല്യാണം കഴിക്കാൻ പറ്റൂല്ലേ? എനിക്ക് പറ്റത്തില്ല. കഴിക്കടാ. എന്തിനാടാ? അത് പ്രശ്നമാകൂടാ. ഒരു പ്രശ്നമല്ല. ഇനി എന്ത് പ്രശ്നം ഭൂലോകം ഇടിഞ്ഞു വിടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാം. ഒന്നും പറഞ്ഞു. കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. ഞാനും ചെറിയ ഏജിൽ കല്യാണം കഴിച്ച ഭയങ്കര അടിപൊളി തീരുമാനം. നമുക്ക് ഇങ്ങനെ പാർട്ട്നേഴ്സ് 2 പേർക്കും കൂടെ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫ് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ന്യൂജൻ രീതിയിൽ ഞാൻ പറയാം. ഇനി വർഷങ്ങളായിട്ട് അതെ അല്ലേ, നല്ലതാ. ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നത് നല്ലതാ. നമ്മുടെ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ സംഭവങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മളുടെ വിഷമങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാള് വീട്ടിൽ തന്നെ ഷെയർ ഇടാം. അതുപോലെ തന്നെ വിധു,
നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഷട്ടിട്ട് സിനിമയ്ക്ക് പോയി കുറെ കാശ് കളഞ്ഞു, അല്ലാതെ അവിടെ പോയി ഇവിടെ പോയി, ഇതൊന്നുമല്ല, ഒരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിലുണ്ടാവും. അതെ. അപ്പൊ കല്യാണം കഴിച്ചാൽ നല്ലതാണെന്നാണ്. നല്ലതാണ്. ഞങ്ങളുടെ നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറയുന്നതല്ലേ. ഇനി നിങ്ങൾ എല്ലാരും കൂടെ പറയണെങ്കിൽ ഞാൻ ഒരു കല്യാണം കഴിക്കാം. ആ കേട്ടാ മാമ പറയേണ്ട ആൾക്കാർ പറയണം അല്ലേ? കല്യാണം കഴിക്കുവാടാ. കല്യാണം കഴിക്കാം. എന്റെ പൊന്നട എത്ര നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. ഇതൊക്കെ ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല നിങ്ങൾ. നീ കല്യാണം കഴിക്കൂല? കഴിക്കാം. ഓ എനിക്കത് മതി. ഇനി അവസാനം നിങ്ങൾ കൂടെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ കാര്യം ഏറ്റേക്കണം. ഉറപ്പ് Done. പുള്ളി കല്യാണം കഴിച്ചിരിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ഒരു മിനിറ്റ് സന്തോഷം അറിയിക്കാനായിരിക്കും. നല്ലൊരു തീരുമാനം. അരിയാട്ടണം. ലോക്ക് തുറക്കുക. അല്ല, ലോക്ക് തുറക്കണമെങ്കിൽ നമ്മുടെ കൈ ബാലൻസ് കിട്ടാൻ ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നൊരു ഫിംഗർ പ്രിന്റ് ഉണ്ടോ? ആ പറയടാ, എങ്ങനെയാ? ആ ചേച്ചി ചിലപ്പോ മാർക്കറ്റിൽ പോയിരിക്കും. ആരുടെ ബൈക്കിന്റെ പുറകില്? സുരേഷ് ഞാനുമായിട്ട് വഴക്കാണല്ലോ, പിന്നെ അവിടെ അവന്റെ ബൈക്കിന്റെ പുറകിൽ എന്റെ ഭാര്യ എങ്ങനെ കയറും? അതെ, നിന്നെ കണ്ടപ്പോ മാസ്ക് ഇട്ട് മൂടിയാ, മുഖം മറച്ച ആണോ? എങ്ങനെ ഇരിക്കണം? കുറെ കൈ കെട്ടിപ്പിടിച്ചോ? അതെ, ഞാനുമായിട്ട് പോകുമ്പോ അങ്ങനെ ചെയ്യാറില്ലല്ലോ. തിയേറ്ററിട്ട് കയറുന്ന നീ കണ്ട? സത്യം പറയണം, അകത്തിരിക്കണ ഫോട്ടോ ഉണ്ട്, ഒന്നിട്ട് വാട്സാപ്പില്. ആ ശരിയാണല്ലോ, സോറിടാ. ശരിയാണ്, സോറിടാ. ആ ശരിയാ. ഇല്ല ഞാനത് വീട്ടിൽ അങ്ങനെയല്ലേ ചോദിക്കാൻ. അപ്പൊ അതാണ് മാമൻ പറഞ്ഞു വരുന്നത്. കല്യാണം കഴിക്കണ്ട, കഴിച്ചിട്ട് ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കഴിക്കാൻ പറഞ്ഞ് അവരെ കഴിക്കണ്ട. അവരെല്ലാം സമ്മതിച്ചെന്നെ. ഞാൻ അവരെല്ലാം സമ്മതിച്ചിട്ട് പറഞ്ഞ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റൂല. അല്ല, അവരെല്ലാം കൂടെ പറഞ്ഞ് എനിക്കൊരു മോഹം വന്ന് കല്യാണം. ആ മോഹം എനിക്കിപ്പം വിട്ട് പോയി. അല്ല പവിത്രമായ ബന്ധമാണ് കുതിരപ്പുറത്ത്. പവിത്രന്റെ ഇനി മേലെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ അറിയും. അവന്റെ കല്യാണം, അവന്റെ ഒരു മോഹം കല്യാണം കഴിക്കണമെന്ന്. എന്നിട്ട് 300 രൂപ വെച്ച് വാക്ക് കൊടുക്കണം ഞാൻ കഴിക്കാന്ന്. കഴിക്കോടാ നീ, കഴിക്കോടാ നീ. നീ വേണ 2 പൊറോട്ട ദോശ വല്ലെന്ന് കഴിച്ചോ, പക്ഷെ കല്യാണം കഴിക്കരുത്. കഴിക്കാ കഴിച്ച് ഞങ്ങൾ പോട്ടെ. തീരുമാനമായി ഏകദേശം. Comedy Masters, Comedy Masters, Comedy Masters.